ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം ഹമാസ് ഇപ്പോൾ നിലനിൽപ്പിനായി പോരാടുകയാണ്. ഭീകരരുടെ അഭാവം, തുരങ്ക ശൃംഖലയുടെ തകർച്ച, സഖ്യകക്ഷിയായ ഇറാന്റെ പിന്തുണയില്ലായ്മ എന്നിവ കാരണം ഗാസയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹമാസ്. കലാപകാരികളായ പ്രാദേശിക ഗോത്രങ്ങളുടെയും നിരന്തരമായ ഇസ്രായേലി സൈനിക സമ്മർദ്ദത്തിന്റെയും മുന്നിൽ ഹമാസ് ഭീകരർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തലിനായി സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹമാസുമായി അടുത്ത 3 വൃത്തങ്ങൾ പറയുന്നുണ്ട്. അടിയന്തര ഭീഷണി നേരിടാൻ വിമത നേതാവായ യാസർ അബു ഷബാബിനെ കൊല്ലാൻ ഹമാസ് തങ്ങളുടെ ചില ഭീകരരെ അയച്ചിട്ടുണ്ടെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ യാസർ അബു ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന റാഫ് പ്രദേശത്തായതിനാൽ ഇതുവരെ യാസർ അബുവിനെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. ദരിദ്രരും തൊഴിലില്ലാത്തവരും കുടിയിറക്കപ്പെട്ടവരുമായ യുവാക്കളെ ഹമാസ് റിക്രൂട്ട് ചെയ്തു. ഇസ്രായേൽ 20,000-ത്തിലധികം ഹമാസ് പോരാളികളെ കൊന്നൊടുക്കുകയും തീരദേശ സ്ട്രിപ്പിന് കീഴിലുള്ള 100 കണക്കിന് മൈൽ തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 20 മാസത്തെ സംഘർഷത്തിൽ ഗാസയുടെ ഭൂരിഭാഗവും തകർന്നു. അതോടെ ഹമാസിന് ഒളിത്താവളങ്ങളും ആഹാരം എത്തിക്കാനുള്ള മാർഗങ്ങളും നഷ്ടമായി. പണമില്ലാത്ത, ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാണ് ഹമാസ് ഇപ്പോൾ. അതേസമയം ഗാസ സംഘർഷത്തിൽ ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ സാധ്യമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു. കോങ്കോ റുവാണ്ട ഉടമ്പടി ആഘോഷിക്കുന്ന ഒരു പരിപാടിയിൽ ഓവൽ ഓഫീസിൽ നിന്ന് സംസാരിച്ച ട്രംപ് നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുമായി താൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ദിവസം അടുത്തു വരുന്നു. ബന്ധപ്പെട്ട ചില ആളുകളുമായി ഞാനിപ്പോൾ സംസാരിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്കൊരു വെടിനിർത്തൽ ലഭിക്കുമെന്നും ഞങ്ങൾ കരുതുന്നുവെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ആരോടാണ് സംസാരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. എന്നാൽ അടുത്തിടെയുണ്ടായ ഇസ്രായേൽ-ഇറാൻ ശത്രുതയ്ക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ താൻ ദിവസേന ബന്ധം പുലർത്തിയിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലാവധി അവസാനിച്ചപ്പോൾ മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ തകർന്നതിനെ തുടർന്നും ട്രംപിന്റെ പുതിയ സംഘത്തിന്റെ പിന്തുണയോടെയും മാസങ്ങളായി സ്തംഭിച്ച നയതന്ത്ര നടപടികൾക്ക് ശേഷമാണ് ഗാസയിൽ വെടിനിർത്തലിനുള്ള പുതുക്കിയ നീക്കം. തുടർന്ന് ഇസ്രായേൽ സൈനിക നീക്കം ശക്തമാക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് 2 മാസത്തിലേറെയായി ഗാസയിലേക്കുള്ള സഹായം സ്തംഭിപ്പിച്ചു. ഇത് ജനങ്ങളിൽ ഭീതി പടർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള 12 ദിവസത്തെ പോരാട്ടം അവസാനിപ്പിച്ച ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ വ്യോമാക്രമണം നടത്തിയ US മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ സമാധാന ശ്രമങ്ങളിൽ പുതിയൊരു അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നു. ട്രംപ് ശത്രുത താൽക്കാലികമായി അവസാനിപ്പിക്കാൻ മാത്രമല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു സ്ഥിരമായ കരാറിനും ശ്രമിക്കുന്നു. അത്തരമൊരു കരാർ പുതുക്കിയ ഇസ്രായേൽ പാലസ്തീൻ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അതേസമയം ഗാസ, ഇറാൻ എന്നിവയെക്കുറിച്ചുള്ള ഉന്നതതല ചർച്ചകൾക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിനുമായി ഇസ്രായേൽ നയതന്ത്രപരമായ കാര്യമന്ത്രി റോൺ ഡെർമൻ അടുത്തയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാനുമായുള്ള ഇസ്രായേലിന്റെ ഏറ്റുമുട്ടലിന്റെ ഫലം പുതിയ നയതന്ത്ര അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് നെതന്യാഹു വ്യാഴാഴ്ച അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.